ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 47-ാം അധ്യായമാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. യാക്കോബിന്റെ ജീവിതത്തിലെ അവസാന നാളുകൾ. ശരിയാണ്. ഈജിപ്തിലെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും നടുവിൽ തന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഒരു മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം, പിന്നെ ജോസഫിന്റെ വിവേകപൂർണമായ ഭരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും ഈ വചനങ്ങൾ ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ പശ്ചാത്തലം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. യാക്കോബും കുടുംബവും ഈജിപ്തിലെത്തിയിട്ട് ഏകദേശം 17 വർഷം കഴിഞ്ഞു. അതെ, ഫറവോൻ കനിഞ്ഞു നൽകിയ ഗോഷേൻ ദേശത്ത് അവർ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. ക്ഷാമം ചുറ്റുമുണ്ട്, പക്ഷേ ഇവർക്കൊരു കുറവുമില്ല. ആട്ടിൻകൂട്ടങ്ങൾ പെരുകി, മക്കൾ ജനിച്ചു, പട്ടിണിയില്ലാതെ അവർ ജീവിക്കുന്നു. മരിച്ചുപോയെന്ന് കരുതിയ സ്വന്തം മകൻ ജോസഫാണ് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നത്. ഒരു സ്വപ്നം പോലെയുള്ള ജീവിതം. പക്ഷേ യാക്കോബിനിപ്പോൾ 147 വയസ്സായി. തന്റെ അന്ത്യം അടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. അവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. അതെ, യാക്കോബ് തന്റെ പ്രിയപുത്രനായ ജോസഫിനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ഒരു സത്യം ചെയ്യിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതെ, എന്റെ ഈജിപ്തിൽ അടക്കം ചെയ്യരുത്. വളരെ വ്യക്തമായൊരു നിർദ്ദേശം. എന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, ആ കെനാൻ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം. അബ്രഹാമും സാറയും ഇസഹാക്കും റിബേക്കയും എന്റെ പ്രിയ ഭാര്യ ലേയയും ഉറങ്ങുന്ന ആ ഗുഹയിൽ, മക്പേല ഗുഹയിൽ. അതെ, അവിടെ തന്നെ എന്നെ അടക്കണം. വെറും ഒരു വാക്കല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത്, ഒരു പ്രതിജ്ഞയാണ്. പുരാതനമായ ഒരു രീതി അനുസരിച്ച് ജോസഫിന്റെ കൈ യാക്കോബിന്റെ തുടിയിൻ കീഴിൽ വെപ്പിച്ച് ആ പ്രതിജ്ഞ എടുപ്പിക്കുന്നു. നീ ദൈവത്തെ ആരാധിക്കുന്നു. ആ ഒരു രംഗം എന്തൊരു മനോഹരമാണത്! വാഗ്ദാനങ്ങൾ പാലിച്ച ദൈവത്തിന് നന്ദി പറയുന്നൊരു പിതാവ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്, അല്ലേ? യാക്കോബ് ഈജിപ്തിലെ ഏറ്റവും നല്ല ദേശത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ജീവിക്കുന്നത്. ശരിയാണ്, ഒരു കുറവുമില്ല. എന്നിട്ടും അവന്റെ ഹൃദയം അവിടെ ആയിരുന്നില്ല. അവൻ സ്വയം ഒരു തീർത്ഥാടകനായിട്ടാണ് കണ്ടത്. അതെ, ഈജിപ്റ്റ് അവന്റെ ഭവനമല്ല, അതൊരു താൽക്കാലിക വാസസ്ഥലം മാത്രം, ഒരിടത്താവളം. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ ലോകത്ത് നമുക്ക് എത്രയൊക്കെ അഭിവൃദ്ധി ഉണ്ടായാലും നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മളും ഈ ലോകത്തിൽ തീർത്ഥാടകരാണ് എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ. ഇനി കഥയുടെ മറുവശത്തേക്ക് വന്നാൽ, ഒരു വശത്ത് യാക്കോബിന്റെ കുടുംബം അഭിവൃദ്ധിപ്പെടുമ്പോൾ ഈജിപ്തിലെങ്ങും ക്ഷാമം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സ്ഥിതി വളരെ മോശമാകുന്നു. ഇവിടെയാണ് ജോസഫിന്റെ ഭരണപാടവം നമ്മൾ കാണുന്നത്. വിവേകിയായ ഒരു കാര്യവിചാരകനായിരുന്നു ജോസഫ്. അദ്ദേഹം ആദ്യം ജനങ്ങളുടെ പണം വാങ്ങി അവർക്ക് ധാന്യം കൊടുത്തു. പണം തീർന്നപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവരുടെ കന്നുകാലികളെ വാങ്ങി. അതും കഴിഞ്ഞപ്പോൾ അവസാനം അവരുടെ ഭൂമിയും ഇന്തിന് അവരെ തന്നെയും ഫറവോനു വേണ്ടി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. ജനം നന്ദിയോട് പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? അവർ ഫറവോന്റെ അടിമകളായി മാറുകയായിരുന്നു. എങ്കിലും ദൈവം മുൻകൂട്ടി പറഞ്ഞതുപോലെ ജോസഫിന്റെ കുടുംബം മാത്രം ഗോഷേനിൽ വേർതിരിക്കപ്പെട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. അപ്പോ ജോസഫിന്റെ ഈ പ്രവൃത്തി നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ കാണിച്ചു തരുന്നു. പക്ഷേ അതിലുപരി അവൻ തനിക്ക് വേണ്ടി ഒന്നും സ്വരൂകൂട്ടിയില്ല. അവന്റെ ലക്ഷ്യം ഒരു ജനതയുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ക്ഷാമങ്ങളിൽ, അത് ചിലപ്പോൾ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ വൈകാരികമോ ആത്മീയമോ ആകാം. അതെ, അത്തരം സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാനും, അധികാരം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ, ഒരുപക്ഷെ ഏറ്റവും നാടകീയമായ ഒരു രംഗം, ജോസഫ് തന്റെ വൃദ്ധനായ പിതാവിനെ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായ ഫറവോന്റെ മുന്നിൽ നിർത്തുന്നതാണ്. ആ കൂടിക്കാഴ്ച ശരിക്കും എന്താ പറയുക, വാക്കുകൾക്കപ്പുറമാണ്. ഫറവോൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു: നിനക്കെത്ര വയസ്സായി? യാക്കോബിന്റെ മറുപടി, അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ പരദേശപ്രയാണത്തിന്റെ സംവത്സരങ്ങൾ 130 ആകുന്നു. അതെ, എനിക്ക് 130 വയസ്സായി എന്നല്ല, എന്റെ തീർത്ഥാടനത്തിന് 130 വർഷമായി. അവ ചുരുക്കവും കഷ്ടത നിറഞ്ഞതുമായിരുന്നു. എന്റെ പിതാക്കന്മാരുടെ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല. അതിലൊരു അഹങ്കാരമില്ല, പരാതിയില്ല, ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ഏറ്റുപറച്ചിൽ. അലച്ചിലിന്റെയും മല്ലിപ്പിടുത്തത്തിന്റെയും നഷ്ടങ്ങളുടെയും അവസാനം ലഭിച്ച കൃപയുടെയും ഒരു ജീവിതം.
എന്നിട്ടോ അതിനുശേഷം കെനാൻ ദേശത്തുനിന്നുള്ള ഈ എളിയ ഇടയൻ ഈജിപ്തിലെ മഹാരാജാവിനെ അനുഗ്രഹിക്കുന്നു. ഒരു തവണയല്ല, 2 തവണ. അവിടെയാണ് കൃപയുടെ വിപരീതങ്ങൾ നമ്മൾ കാണുന്നത്. അതെ അതെ, സാധാരണ വലിയവൻ ചെറിയവനെയാണ് അനുഗ്രഹിക്കേണ്ടത്. എന്നാൽ ഇവിടെ എളിയവൻ വലിയവനെ അനുഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും ലോകത്തിന്റെ രീതികളെ തലകീഴായി നിർത്തുന്നവനാണ്. താഴ്ന്നവരെ ഉയർത്തി ശക്തരെ അനുഗ്രഹിക്കാൻ ദൈവം ഉപയോഗിക്കുന്നു. അബ്രഹാമിനോടുള്ള ആ പഴയ വാഗ്ദാനം ഇവിടെ വീണ്ടും പ്രതിധ്വനിക്കുകയാണ്. തീർച്ചയായും, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സ്ഥാനം നമ്മുടെ സ്വാധീനത്തെ പരിമിതപ്പെടുത്തുന്നില്ല, നമ്മുടെ വിശ്വസ്തതയാണ് പ്രധാനം എന്ന് ഈ സംഭവം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാൻ കഴിയുന്നത്? 1. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ തീർത്ഥാടകരാണ്. 2. വിവേകപൂർണമായ മേൽനോട്ടം അല്ലെങ്കിൽ സ്റ്റുവാർഡ്ഷിപ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 3. അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് അനുഗ്രഹം ഒഴുകിവരുന്നു. 4. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവമക്കൾക്ക് മരണം ഒരവസാനമല്ല, അതൊരു ഭവനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം മാത്രമാണ്. ഈ ഓരോ കാര്യങ്ങളും നമ്മളെ ആത്യന്തികമായി നമ്മുടെ കർത്താവായ യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. യേശുവാണ് യഥാർത്ഥ ജോസഫ്. ആ ഒരു താരതമ്യം അതൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ, ജോസഫ് വെള്ളിനാണയത്തിന് വിൽക്കപ്പെട്ടു, അധികാരത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തിനുവേണ്ടി? തന്റെ കുടുംബത്തെയും ഒരു ജനതയെയും ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ. യേശു? അതെ, യേശുവും 30 വെള്ളിക്കാശിന് ഒറ്റക്കൊടുക്കപ്പെട്ടു, പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തിനാണ്? തന്റെ കുടുംബത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ നിത്യമായ ആത്മീയ ക്ഷാമത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. എന്തൊരു സാമ്യം! അവൻ ജീവന്റെ അപ്പമായി നമ്മെ ദിനംതോറും പരിപാലിക്കുന്നു. യാക്കോബിനെപ്പോലെ നമ്മളും ഒരു വിദേശരാജ്യത്തെ തീർത്ഥാടകരാണ്, നമ്മുടെ സ്വർഗീയ ഭവനത്തിനായി വാഞ്ചിക്കുന്നു. അതെ, ജോസഫ് തന്റെ പിതാവിനു വാക്കുകൊടുത്തു. പക്ഷെ യേശുവും നമുക്കൊരു സത്യം ചെയ്തിട്ടുണ്ട്. തുടയിൻ കീഴിൽ കൈവച്ചല്ല, സ്വന്തം രക്തം കൊണ്ട്. നമ്മെ യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക്, നിത്യതയിലേക്ക് കൊണ്ടുപോകുമെന്ന്. ഒരു നാൾ അവൻ ആ വാക്ക് നിറവേറ്റും, അതിലൊരു സംശയവുമില്ല. ആമേൻ. ഈ വലിയ സത്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ചുറ്റുമുള്ള കഷ്ടതകൾക്കിടയിലും അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ഗോഷേൻ ദേശങ്ങളിൽ അങ്ങയുടെ കരുതലിന്റെ ഇടങ്ങളിൽ പാർപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം തളരുമ്പോൾ ഞങ്ങളെ നിലനിർത്തുന്നതിനും ഈ പ്രവാസ ജീവിതത്തിൽ പോലും ഞങ്ങളിൽ ഫലം വർദ്ധിപ്പിക്കുന്നതിനും നന്ദി. കർത്താവേ, ഇതൊരു സ്ഥിരം ഭവനമാണെന്ന മട്ടിൽ ഈ ലോകത്തോട് ഞങ്ങൾ പറ്റി നിൽക്കുമ്പോൾ ഞങ്ങൾ വെറും തീർത്ഥാടകരാണെന്ന് മറന്നുപോകുന്നതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിന് പകരം ഞങ്ങൾ സ്വാർത്ഥമായി പൂഴ്ത്തിവെച്ച നിമിഷങ്ങൾക്കായി മാപ്പ് ചോദിക്കുന്നു. കൃപയുടെ വിപരീതങ്ങൾക്കായി നന്ദി. അങ്ങ് താഴ്ന്നവരെ ഉയർത്തുന്നതിനും ബലഹീനരെ ശക്തരാക്കുന്നതിനും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ചുരുക്കവും കഷ്ടത നിറഞ്ഞതുമായ വർഷങ്ങളാൽ തളർന്ന് സ്വന്തം അന്ത്യത്തെ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും യാക്കോബിന്റേതുപോലെയുള്ള ആരാധന നിറഞ്ഞ സമാധാനം നൽകണമേ. വേർപാടുകളിൽ വേദനിക്കുന്ന കുടുംബങ്ങളെ ഓർമ്മിപ്പിക്കണമേ. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നു, ശരീരങ്ങൾ ആദരിക്കപ്പെടുന്നു, പ്രത്യാശ മുന്നോട്ടു കൊണ്ടുപോകുന്നു. ബലഹീനതയുടെ വടികളിൽ ഊന്നി നിൽക്കുമ്പോഴും നന്ദിയോടെ അങ്ങയെ കുമ്പിടുന്ന തീർത്ഥാടക ഹൃദയങ്ങൾ ഞങ്ങളിൽ ഓരോരുത്തരിലും നട്ടുപിടിപ്പിക്കണമേ. നിരാശ നിറഞ്ഞ ഈ ലോകത്ത് അനുഗ്രഹിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിത്യമായി ജീവൻ രക്ഷിക്കുന്ന യേശുവിലേക്ക് വിരൽ ചൂണ്ടാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം സ്വന്തമായിരുന്നിട്ടും ഞങ്ങൾക്കുവേണ്ടി എല്ലാം നൽകിയ, ഞങ്ങളെ സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഈ തീർത്ഥാടനത്തെ തന്റെ സാന്നിധ്യം കൊണ്ട് മനോഹരമാക്കുന്ന ഉയിർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.